കരൂർ ദുരന്തത്തിന് ശേഷം വീണ്ടും പൊതുവേദിയിലേക്ക് എത്തി TVK അധ്യക്ഷൻ വിജയ്. മുഖ്യമന്ത്രി MK സ്റ്റാലിനെതിരെ രൂക്ഷ വിമർശനമാണ് കാഞ്ചീപുരത്തെ പൊതുവേദിയിൽ വിജയ് ഉന്നയിച്ചത്. സമൂഹനീതിക്കായാണ് തന്റെ പോരാട്ടമെന്നും MK സ്റ്റാലിൻ നല്ലവനെ പോലെ അഭിനയിക്കുകയാണെന്നും വിജയ് കുറ്റപ്പെടുത്തി. എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരെ ഒന്നും പറയാൻ വിജയ് തയ്യാറായില്ല. കാഞ്ചീപുരത്ത് നടത്തിയ ഉള്ളരങ്ങ് പരിപാടിയിലായിരുന്നു വിജയുടെ വിമർശനം. TVKക്ക് ആശയമില്ലെന്നാണ് DMK പറയുന്നത്. സാമൂഹിക നീതിയാണ് TVKയുടെ ആശയം. എന്നാൽ DMKക്ക് കൊള്ള നടത്തുകയെന്നത് മാത്രമാണ് ആശയമെന്നും വിജയ് കുറ്റപ്പെടുത്തി. அந்த கட்சியினுடைய தலைவர் தமிழ்நாட்டு முதல்வர் சொல்றாரு, நமக்கு கொள்கை இல்லையா, இவங்க கொள்கையே கொள்ளைதானே. TVK സാധാരണക്കാർക്കൊപ്പമാണ്, ഒന്നിനും കൊള്ളാത്തവരുടെ കൂട്ടമെന്നാണ് TVK പറയുന്നത്. എന്നാൽ ഈ കൂട്ടം നാളെ തമിഴ്നാടിന്റെ ഭാവി തന്നെ മാറ്റിയെഴുതും. അതിനുള്ള പോരാട്ടം ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞുവെന്നും വിജയ്. നമ്മ ആட்சிக்கு വന്നാ അതെന്നെ വന്നാ வருவோம். மக்கள் கண்டிப்பா നമ്മളെ വരവേപ്പാங்க. DMK രൂക്ഷമായി വിമർശിച്ചപ്പോഴും കേന്ദ്ര സർക്കാരിനെയോ അണ്ണാ DMKയെയോ ഒന്നും പറയാൻ വിജയ് തയ്യാറായില്ല. കരൂർ ദുരന്തത്തിന് പിന്നാലെ ആദ്യമായി TVK നടത്തിയ പൊതുപരിപാടിയിൽ വിവിധ മേഖലകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 2000 പേരാണ് പങ്കെടുത്തത്. அவர் வந்தா தமிழகம் ரொம்ப நல்லா சிறப்பா போகும்னு ஒரு நம்பிக்கை இருக்கு. அவருக்கு தான் ஓட் போடணும் எல்லாரும். தலைவர் கூட்டத்துக்கு வந்தோம். தலைவர் சொன்ன மாதிரி 2026 நம்ம தலைவர் தான் CM, TVK தான் ജയിക്കും. കരൂരിനെ കുറിച്ച് നിലവിലൊന്നും പറയുന്നില്ലെന്നും അത് പിന്നീട് പറയുമെന്നും വിജയ് പറഞ്ഞു. അതിനിടെ SIRനെതിരെ TVK സുപ്രീം കോടതിയെ സമീപിച്ചു. കരൂർ ദുരന്തത്തിന് ശേഷം ചേർന്ന ആദ്യ യോഗം, 2000-ഓളം പേർ പങ്കെടുത്ത ഈ യോഗത്തിലും കരൂരിനെ പറ്റി ഒന്നും പറഞ്ഞില്ല വിജയ്. മാത്രമല്ല, അക്കാര്യങ്ങൾ പിന്നീട് പറയും എന്നാണ് വിജയ് പറയുന്നത്. സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുമ്പോഴും കേന്ദ്ര സർക്കാരിനെതിരെ വിജയ് ഒന്നും തന്നെ പറയുന്നുമില്ല. കാഞ്ചീപുരത്ത് നിന്ന് ശ്രീകാന്ത് ഗൗരിശപ്പട്ടത്തിനൊപ്പം മനേഷ് മൂർത്തി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.